അവന്മാരെ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. ചന്ദ്രേട്ടൻ കണ്ടോ, എല്ലാവരും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. എന്നിട്ടെന്തിനാ കേസും ബുക്കാറുമായിട്ട് കുറെ നാൾ നടക്കാനോ? അവന്മാര് ചുമ്മാ അല്ലോ തല്ലിപ്പൊളിച്ചത്, നീ വൃത്തികേട് കാണിച്ചിട്ടല്ലേ? ചന്ദ്രേട്ടാ, എടാ ഇപ്പൊ നമ്മുടെ പ്രശ്നം അതല്ല, പണമാണ്. എങ്ങനെയാ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കടക്കാരുടെ കൈ കുടുങ്ങും. ഡാഡി അറിയുന്നതിന് മുമ്പ് മമ്മി തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അതാ എന്റെ ടെൻഷൻ. അങ്ങേരുടെ മുമ്പിൽ കുറെ ജാട കാണിച്ചതാ ഞാൻ. നീ എന്താ എന്റെ കാര്യം ആലോചിക്കാത്തത്? 2 ദിവസം കഴിഞ്ഞാൽ കടക്കാർ എന്റെ വീട്ടിൽ വന്നു തുടങ്ങും. ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്. ചന്ദ്രേട്ടന്റെ കയ്യിൽ ഈ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ഫണ്ടൊന്നും കാണില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. കമ്മിറ്റിക്കാരറിയാതെ അത് തൊടാൻ പറ്റില്ല. മാത്രമല്ല ഞാനത് ചെയ്യില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി ചന്ദ്രേട്ടൻ കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. ആരെ കൊന്നിട്ടായാലും ഞാൻ പണം ഉണ്ടാക്കിക്കോളാം, പ്ലീസ്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ വളഞ്ഞ വഴികളേ ഉള്ളൂ. ആ പോർട്ടിലെ ഉസ്മാൻ പറഞ്ഞെന്നാ മൂപ്പര് അങ്ങനെയാണ് കാശുണ്ടാക്കിയത്. എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. അതല്ല മഡോണ, എനിക്ക് തീരെ വശമില്ലാത്ത കാര്യങ്ങളാ ഇതൊക്കെ. നീ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിനൊക്കെ ഉള്ളൂ. ചന്ദ്രേട്ടൻ എന്നെ വിശ്വസിക്കാം, ഞാൻ കൂടെ ഉണ്ടാവും. എന്താ കാര്യം? സംഗതി ബ്രൗൺ ഷുഗറാ. കുറച്ചു ദിവസത്തെ മെനക്കേടുണ്ട്. ഗോവ വരെ ഒന്ന് പോണം. 10 ലക്ഷം രൂപയുടെ സാധനം ലൂസാക്കി വിറ്റാൽ 20 ലക്ഷം കിട്ടും. 10 ലക്ഷം രൂപ ലാഭം, അതും പെട്ടെന്ന്. വേറെ ഒരു ബിസിനസ്സിലും ഇത്രയ്ക്ക് ലാഭം കിട്ടില്ല. പക്ഷേ 10 ലക്ഷം രൂപ ആദ്യം കൊടുക്കണ്ടേ? അതെവിടെ നോപ്പിക്കും? ഒരാഴ്ച കൊണ്ട് തിരിച്ചു തരാന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം വേണേലും തരും ആ ബ്ലേഡ് രാജൻ. എങ്കിൽ അത് മതി. പക്ഷെ രാജൻ എന്തെങ്കിലും ഗ്യാരണ്ടിയായി നൽകേണ്ടി വരും. നിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ, സ്വത്തോ മറ്റോ? ചന്ദ്രേട്ടാ, കൈപ്പെടരുത്. ബാഗ് അവന്മാരുടെ കൈ പെടരുത്. വഴിയില്ല. നീ പേടിക്കണ്ട, നാട്ടിലെത്തിയാലും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നമ്മൾ രണ്ടുപേരും 2 വഴിക്ക് പോകുന്നതല്ലേ. നീ ഇത് വഴി വെക്കോ, ഇത് വെച്ചോ. പോടാ, നീ പോടാ. എനിക്കറിയില്ല. കുറച്ചു ദിവസമായല്ലോ പോയിട്ട്. അവൻ എവിടെ പോവാന്നാ പറഞ്ഞത്? 2 ദിവസത്തിനകം വരാന്ന് പറഞ്ഞാ പോയത്. ഒന്ന് ഫോണെങ്കിലും വിളിച്ച് പറയാൻ പാടില്ലേ? മനുഷ്യൻ ഇവിടെ കിടന്ന്. ഇതല്ലേ മറഡോണയാ മുതലാളി. ഏതോ വായിക്കൊള്ളാത്ത പേരുള്ള ഒരുത്തനില്ലേ ഇവിടെ? ആരാ? മറയും കുറയൊന്നുമല്ല, മർഡോണ. അവൻ എന്റെ മകനാ. ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെ പോയി അറിയില്ല. അത് ശരി. അപ്പൊ എന്നെ പറ്റിക്കാമെന്നാണ് വിചാരിക്കുന്നതല്ലേ? കണ്ടോ, പേര് നോക്കടാ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അവനിവിടെ ഇല്ല. തോന്നിവാസോടെ കാണിക്കണേ. അവനിവിടെ ഇല്ലാന്ന് പറഞ്ഞില്ല. ഇവിടെ വന്ന് ചുമ്മാ എന്താ പറയണോ? കണ്ടോ,
ഇവരാരൊക്കെയാ ജോസഫേ? എനിക്കറിയില്ല. അതെ, നേരെയാണെങ്കിൽ രാജനും നേരെയാ. പക്ഷെ ചെറ്റത്തരം കാണിച്ചാലുണ്ടല്ല. എന്താ കാര്യം എന്ന് പറ. എടോ, തന്റെ മോനെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതേ 1-2 രൂപയല്ല, 10 ലക്ഷം രൂപയാ. ഒരാഴ്ച കൊണ്ട് 10,80,000 രൂപ തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഇപ്പൊ പൈസ ഇല്ല, അവനുമില്ല. കണ്ടാ, ഇത് കണ്ട, അവന്റെ പേരിലുള്ള ഈ വീടിന്റെ ആധാരവും അവൻ എഴുതി തന്ന എഗ്രിമെന്റും. ഇതിന്റെ ഉറപ്പില്ല ഞാൻ അവന് പണം കടം കൊടുത്തത്. കാശ് കൊടുത്താലേ അത് മുതലാക്കാനും അതിനറിയാം. എല്ലാത്തിനെയും വലിച്ച് പുറത്തിട്ടെ കിട്ടുന്ന വിലക്ക് ഞാനത് വിൽക്കും. നോക്കൂ, നിങ്ങൾ ദയവായി ഇപ്പൊ പോണം. എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. എനിക്ക് എന്റെ കാശ് കിട്ടണം, എന്നിട്ട് ഞാൻ പോകൂ. തരാം, പക്ഷേ ഇപ്പൊ നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ പോണം പ്ലീസ്. ഇപ്പൊ ഞാൻ പോകുന്നു. എന്റെ പൈസ അങ്ങ് എത്തിച്ചേക്കണം. ഇനി എന്നൊരു വരവ് കൂടി വരുത്തരുത്. കണ്ണാ, മറഡോണ എന്ത് പണിയാ കാണിച്ചത്? വീട് പണയം വെക്കാന്ന് വെച്ചാ അതും ബ്ലേഡുകാർക്ക്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവൻ വരുമ്പോ ഞാൻ ചോദിക്കാം. ജോസഫേ, വിജയ, നത്തിങ് ടു വറി, ബട്ട് ബി കെയർഫുൾ. ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു. ഭാഗ്യം കൊണ്ടാ കുഴപ്പമൊന്നും സംഭവിക്കായിരുന്നു. ഏതായാലും കുറച്ച് ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ. താങ്ക് യു. നീ എവിടെയായിരുന്നു? നീ വന്നേ, വണ്ടി കയറി പറയട്ടെ. എന്താടാ, വല്ല പ്രശ്നവും? ഇപ്പോഴും ഐസിയുല? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ മനുഷ്യന്റെ ഉള്ള ജീവനും കൂടെ കളയാനോ? മമ്മി, ഞാൻ മമ്മിയെന്ന് എനിക്കത് കേൾക്കണ്ട. എന്നെക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിച്ചത് അതിന്റെ ഡാഡി. പോടാ എവിടേക്കാന്ന് വെച്ചാ. വീട് വിറ്റ നീ നാളെ ഞങ്ങളെ വിൽക്കും. അതിനു മുമ്പ് എങ്ങോട്ടെങ്കിലും പോയി തോലയെ. എങ്ങോട്ടെങ്കിലും പോയി തോലയെ. എനിക്ക് നിന്നെ കാണണ്ട, കാണണ്ട എനിക്ക്. എനിക്ക് മതിയായി. ഇങ്ങനൊരെണ്ണത്തിന് എനിക്ക് എന്തിനാ തന്നത് കർത്താവേ? മതിയായി ഈ നശിച്ച ജീവിതം. മതിയായി എനിക്ക്. ആർക്കും വേണ്ട എന്നെ. ഇപ്പൊ എന്റെ മമ്മിക്കും വേണ്ട എന്നെ. തോറ്റു, എല്ലായിടത്തും തോറ്റു. നീ നീ ഒറ്റ ഒരുത്തരാ എന്നെ ഇങ്ങനെ ആക്കിയത്.
തോൽപ്പിച്ചു നീ കരുതണ്ട. അങ്ങനെ തോൽക്കുന്നവരല്ല ഈ മറഡോണ. നീ മാത്രം തീരുമാനിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ ഒരു വിധിയെങ്കിലും ഞാൻ തീരുമാനിക്കും. എന്റെ മരണം ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമായി ചെയ്തു. എനിക്ക് മരിക്കണം. താഴെ വീണിട്ട് മരിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ മരിക്കും. എന്റെ വീട്. ഉറപ്പാ? ഉറപ്പ്. നിങ്ങളാരാ? വാടാ. ഞാനൊരു ഏഞ്ചൽ ജോൺ. യു മീൻ മാലാഖ? എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക സമയ മുഹൂർത്തങ്ങളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന, ശാപം എല്ലാത്തിനും ദൈവം ഉടനെ ഉത്തരം നൽകും. അത്തരം മുഹൂർത്തങ്ങളിൽ പലരുടെയും പ്രശ്നം നീയായിരുന്നു. ഒരുപാട് പേര് നിന്നെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശക്തമായിരുന്നു നിന്റെ അമ്മയുടെ വാക്കുകൾ. ഭൂമിയിലെ മാലാഹമാരാണ് അമ്മമാർ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അതിനാൽ നിന്നിലേക്ക് ഞാൻ അയക്കപ്പെട്ടു, നിന്നെ രക്ഷിക്കാൻ. ഈ നശിച്ച ജീവിതം മടുത്തിട്ടാ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അവിടെ മനുഷ്യനെ വിടില്ല. അതിരിക്കട്ടെ, എന്നെ രക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തരൂ. എടാ, കുരിശിങ്കൽ തറവാട്ടിലെ ജോസഫിന്റെയും മേരിയുടെ മകനായ മറഡോണെ 66 വയസ്സുവരെ ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം നീ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ദൈവം നിനക്ക് നൽകും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഒരു ദൈവം. അങ്ങരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ജീവിച്ചു മടുത്തിട്ടാ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയത്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശരി, ഞാൻ നിനക്ക് 2 വഴികൾ കാണിച്ചു തരാം. അതിലേത് നീ തെരഞ്ഞെടുത്താലും അതാണ് നിന്റെ വിധി. ആദ്യത്തേത് 66 വയസ്സുവരെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും നിറഞ്ഞ ദൈവവിധി അനുസരിച്ചുള്ള ഒരു ജീവിതം. അടുത്തത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സുഖം മാത്രമായുള്ളൊരു ജീവിതം. ഇതാണ് എനിക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അതെന്താ? ഓരോരുത്തർക്കും ഇന്ന വയസ്സിൽ ഇന്നത് കിട്ടുമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഒറ്റയടിക്ക് നേടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ ആയുസ് കുറയും. ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചാൽ പിന്നെ ജീവിതമില്ല. എന്ത് പറയുന്നു? സാരമില്ല, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി. നീ ഒന്നുകൂടെ ആലോചിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി പ്ലീസ്. ഓക്കെ, ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും, വരങ്ങൾ പോലെ. മോനെ മറഡോണേ, നിനക്ക് ഒറ്റ നമ്പർ ലോട്ടറി അടിച്ചടാ. ഇനി ഇയാളെ വെച്ച് ഞാനൊരു കളി കളിക്കും.
ആ പിന്നെ ഇതെല്ലാം പറഞ്ഞ് എന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏഞ്ചലോ കീഞ്ചലോ ഒന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം താൻ അറിയും. റാസ്കൽ. നീ ആരാടാ പേടിപ്പിക്കുന്ന? താനെന്നെങ്ങാനും ഇനി വിളിച്ച നിന്റെ ഭാര്യയിലൂടെ ഞാൻ ക്രിക്കറ്റ് കളിക്കും. നീ എന്നെ കൊണ്ടാ ചെയ്യിക്കല്ലേ? യു മസ്റ്റ് കോൾ മീ ഏഞ്ചൽ. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കേട്ടടാ മറഡോണെ, ഒരു രസം. അയ്യോ